ലോകത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയതാളം പരിപാടിയിലേക്ക് സ്വാഗതം. സാറെ, നമ്മൾ മരിയൻ സുഹൃതങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 5ഓളം സുഹൃതങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 6ാമത്തത് തീവ്രമായ പ്രാർത്ഥനയാണ് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച്, അതും തീവ്രം എന്നുള്ളൊരു വാക്കും കൂടി ചേർത്താണ് സാറ് പറയാൻ പോകുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച്, തീവ്രമായ പ്രാർത്ഥനയെക്കുറിച്ച് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? നമ്മൾ സാധാരണ നമ്മളെല്ലാവരും പറയും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ദൈവത്തോടുള്ള സംഭാഷണം, പ്രാർത്ഥന. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. പ്രാർത്ഥന ദൈവവുമായിട്ട് നിരന്തരമായൊരു സമ്പർക്കം പുലർത്തലാണ്. അത് സാധാരണ സമ്പർക്കമല്ല, തീവ്രമായൊരു സമ്പർക്കമാണ്. അതാണ് തീവ്രമായ പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാനം. മാതാവ് എല്ലാ വ്യഗ്രതകളിൽ നിന്ന് ഒഴിഞ്ഞ് തീവ്രമായ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈ വ്യഗ്രതയോടുകൂടി പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെയും വ്യഗ്രതയിൽ നിന്ന് മാറിയ ഒരു വ്യക്തിയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ ഒരു ഉപമ നമ്മളോട് പറയുന്നുണ്ട്. മർത്തയുടെ മറിയത്തിൻ്റെ ഉപമ. രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന സ്ത്രീകളായിരുന്നു, രണ്ടുപേരും നല്ല വ്യക്തികളുമായിരുന്നു. പക്ഷേ ഈശോ മർത്തായെ തിരുത്തുന്ന ഒരു ഭാഗമുണ്ട്. മർത്ത നീ പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്. പക്ഷെ മറിയം ഒന്ന് മാത്രം തിരഞ്ഞെടുത്തു. അത് നല്ല കാര്യം മാത്രം തിരഞ്ഞെടുത്തു. അതെന്തായിരുന്നു? ദൈവസന്നിധിയിലായിരിക്കും, ദൈവത്തിൻ്റെ പാദത്തിലായിരിക്കും, ദൈവത്തോട് കൂടെയായിരിക്കും. മർത്ത ചെയ്തതെല്ലാം ദൈവ വിചാരത്തിലായിരുന്നു. കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓടി എന്നുള്ള ശുശ്രൂഷകളായിരുന്നു. പക്ഷെ കർത്താവ് ആഗ്രഹിച്ചെന്തായിരുന്നു? എല്ലാത്തിനും ഒരു സമയമുണ്ട്. നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ ചെയ്ത് കഴിഞ്ഞിട്ട്, നിശ്ചയിക്കപ്പെട്ട രീതിയിൽ ദൈവവിചാരത്തോടെ ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവത്തോടു കൂടെ മാത്രമായിരിക്കാനും സമയം കണ്ടെത്തണം. അതാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്ത മറിയത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് തീവ്രമായ പ്രാർത്ഥന എന്നുള്ള ഒരു ധ്യാന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, മാതാവ് ഈ തീവ്രമായ പ്രാർത്ഥനയുടെ ഒരു കാണപ്പെട്ട രൂപം തന്നെയാണ്. ദൈവത്തോട് ഗാഢമായ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി തീവ്രമായ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു അടയാളമാണ്. ദൈവവുമായി ഗാഢമായ ബന്ധം പുലർത്തുന്ന, ഈശോ പറയുന്നത്, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രന് മാത്രമേ പിതാവിൻ്റെ, ആ പുത്രന് പോലും അറിയാൻ പാടില്ലാത്ത പിതാവിൻ്റെ കയ്യിലുണ്ടെന്നാണ് ലോകാവസാനത്തെ കുറിച്ച് പറയുന്ന സമയത്ത്. ഈ ഗാഢമായ ബന്ധത്തിലാണ് പ്രാർത്ഥനയുടെ ആഴം അടങ്ങിയിരിക്കുന്നത് എന്ന് ഈശോ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയും റിലേഷൻഷിപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബന്ധത്തിൻ്റെ, റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു 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 അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ തീവ്രമായ ആ തീവ്രമായ പ്രാർത്ഥനയിൽ നമുക്ക് വാക്കുകളുടെ ആവശ്യമില്ല, ലിഖിതമായ പ്രാർത്ഥനകളുടെ ആവശ്യമില്ല, അനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ല. അത് ഒരു അനുഭൂതിയാണ് ആ ഒരവസ്ഥ, തീവ്രമായ പ്രാർത്ഥന. ആ തീവ്രമായ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയും ദൈവവും മാത്രമേ ഉള്ളൂ. ആഴമേറിയ മൗനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. അത് പ്രാർത്ഥന, ഈ പൗലോസ്ലീഹ പറയുന്നുണ്ട് 3 കാര്യങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്. 1, സന്തോഷത്തോടെ ഇരിക്കുക. 2, എല്ലാത്തിനും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക. 3, ഇടവിടാതെ പ്രാർത്ഥിക്കുക. എന്താ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്? ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ആ ഒരു ദൈവ സാന്നിധ്യ സ്മരണ ഉണ്ടാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കുക.
നിന്റെ സൃഷ്ടാവും രാജാവും രക്ഷകനും പരിപാലനും നാഥനും കർത്താവും പ്രത്യാശിക്കുന്ന നിത്യതയുമായിട്ടുള്ള ആ ദൈവത്തോട് ഉള്ള ഒരു സ്മരണയിൽ, ദൈവ സാന്നിധ്യ സ്മരണയിൽ വ്യാപരിക്കുന്ന, അതാണ് യഥാർത്ഥത്തിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ആ സ്മരണയാണോ ഈ ബന്ധം എന്ന് പറയുന്നത്? ആ സ്മരണ, ബന്ധമുള്ളവരുടെ സ്മരണ ഉണ്ടാവുള്ളൂ. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താ? ഓർമ്മയാണ്. സ്നേഹിക്കുന്നവർ തമ്മിലേ ഓർമ്മയുണ്ടാവുള്ളൂ. സ്നേഹമില്ലാത്തടത്ത് ഒരു ഓർമ്മയുണ്ടാവില്ല. കണ്ടു മറന്നു പോവുക എന്ന് പറയുന്ന സ്നേഹക്കുറവും കൂടിയാണ്. സ്നേഹമില്ലാത്ത കുറവല്ല, സ്നേഹത്തിന്റെ അഭാവമാണ്. കണ്ടുമുട്ടിയ വ്യക്തിയാണ് ദൈവം, കണ്ടുപോയ വ്യക്തിയല്ല. ഒരിക്കൽ കണ്ട് മറന്നുപോയ, അല്ലെങ്കിൽ ഒരിക്കൽ കണ്ട് മാഞ്ഞു പോകുന്ന ഒരു സംഭവം അല്ല ദൈവത്തിന്. പ്രസന്റാണ്, കണ്ടുമുട്ടുന്ന ദൈവം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും എന്നോടൊപ്പമായിരിക്കുന്ന, എന്നെ സ്വന്തമാക്കിയ, ഞാൻ സ്വന്തമാക്കേണ്ട എൻ്റെ ദൈവം. ദൈവം എന്നെ സ്വന്തമാക്കി, ഞാൻ ദൈവത്തെ സ്വന്തമാക്കണം. അപ്പം എന്നെ സ്വന്തമാക്കിയ ഞാൻ ആ ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് നടത്തുന്ന ഒരു പരിശ്രമമാണ് തീവ്രമായ പ്രാർത്ഥന. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പല വീക്ഷണകോണങ്ങളിലൂടെ നമുക്ക് അവനെ മനസ്സിലാക്കാം. അതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല ഉദാഹരണങ്ങളിൽ പരിശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ സ്വന്തമാക്കി, ദൈവം എന്നെ സ്വന്തമാക്കി, പക്ഷെ ഞാൻ ആ ദൈവത്തെ സ്വന്തമാക്കണം. അതിനുള്ളൊരു പരിശ്രമമാണ് ഈ തീവ്രമായ പ്രാർത്ഥന. അത് നിരന്തരമായ ഒരു ഒരു പരിശ്രമം. പൗലോസിലെ പറയുന്ന പോലെ ഇടവിടാതെയുള്ള ഒരു ഒരു ദൈവ സാന്നിധ്യ സ്മരണ, സന്തോഷത്തോടെ ഇരിക്കുക. ഈ സന്തോഷം ഇല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല നമുക്ക്. എങ്ങനെയാണ് നമുക്ക് സന്തോഷം വരുന്നത്? സന്തോഷം വരാനായിട്ട് ഒറ്റ കൊച്ചു കാര്യം മതി. നമ്മളൊരു മനോഹരമായൊരു പാട്ടുണ്ട്, ദൈവസ്നേഹം പറഞ്ഞിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കാനായി ജീവിതം പോരാ. നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ആദ്യം വരുമ്പോഴാണ് സന്തോഷം പോകുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ സന്തോഷം കൊണ്ട് നിറയും. എൻ്റെ മനസ്സ് നന്ദി കൊണ്ട് നിറയുന്നു, അതാണ് സന്തോഷം കൊണ്ട് നിറയുന്നത്. കാരണം അർഹിക്കാത്ത നന്മകളും ആഗ്രഹിക്കാത്ത കൃപകളും നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ആർക്കും അർഹതപ്പെട്ടതല്ല, നാം ആഗ്രഹിക്കാത്തതിന് അപ്പുറത്താണ് ദൈവം നമുക്ക് കൃപകൾ തരുന്നത് പോലും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമ്മുടെ ദൈവത്തിൽ നിന്നായിട്ടുന്നത് എന്താ? ധനമോഹം, മറ്റു വസ്തുക്കളിലുള്ള ആഗ്രഹം, ജീവിത വ്യഗ്രത. ഈ വ്യഗ്രതയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം നമ്മൾ കെടുത്തിക്കളയുന്നത്. മോഹങ്ങളെക്കായും ആഗ്രഹങ്ങളെക്കായും ഒരു പക്ഷേ നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ജീവിത വ്യഗ്രതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്നത്, സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത്. അപ്പോൾ പ്രാർത്ഥന ഒരു നമ്മുടെ സാധാരണ ഭാഷയിൽ പറയില്ല, കടത്ത് കഴിക്കൽ എന്ന് പറയുന്നത്. എന്തോ ഒരു കടമ നിർവഹിക്കാൻ വേണ്ടി വൈകിട്ട് അരമണിക്കൂർ സമയം, മുക്കാൽ സമയം കൊന്തയിൽ പ്രാർത്ഥിച്ചു, അപ്പോൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എന്നെ കാത്തിരിക്കുന്നവൻ്റെ അടുത്തേക്ക് നന്ദിപൂർവ്വം ഒരു ദിവസത്തിൻ്റെ സമാപ്തിയിൽ നന്ദിപൂർവ്വം ഒരുമിച്ചിരുന്ന് ദൈവം തന്ന ചേർത്ത് വെച്ച ആളുകളെ ചേർത്ത് വെച്ച് തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരുമിച്ചിരുന്ന് നന്ദി പറഞ്ഞ് സ്നേഹം പങ്കുവെച്ച് സന്തോഷത്തോടുകൂടി ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുന്ന ആ ഒരു സമയമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ വിലപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ചൊല്ലിത്തീർക്കുന്ന ജപങ്ങളെക്കാൾ പറഞ്ഞു തീരാത്ത വാക്കുകളിൽ നമ്മുടെ ഉള്ളിൽ നിറയുന്നൊരു സ്നേഹം ഉണ്ടാവണം. ആ സ്നേഹം കൊണ്ട് നമ്മുടെ മുഖത്ത് വരുന്നൊരു സന്തോഷം ഉണ്ടാവണം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് മനസ്സിൽ നിറയുന്നൊരു സന്തോഷം ഉണ്ടാവണം. ആ സന്തോഷം ഉണ്ടാകുന്നത് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോഴാണ്. ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് വ്യഗ്രത വരുന്നത്. നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷിക്കാത്ത ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ അവകാശമില്ല എന്നാണ് എൻ്റെ അർത്ഥം. കാരണം കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, ദെൻ സീക്ക് യുവർ ന്യൂ ബ്ലെസ്സിങ്സ്. വിത്തൗട്ട് കൗണ്ടിങ് യുവർ ബ്ലെസ്സിങ്സ് വിച്ച് യു ഓൾറെഡി ഹാവ്, ദർ ഇസ് നോ പോയിന്റ് ഇൻ ആസ്കിങ് ഫോർ ന്യൂ ബ്ലെസ്സിങ്സ്. സോ ബി അവെയർ, നിന്നെ എന്തുമാത്രം ദൈവം സ്നേഹിച്ചു, പരിപാലിച്ചു, അനുഗ്രഹിച്ചു എന്നുള്ള, അതുകൊണ്ടാണ് നന്ദി ചോദിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പോലും പറഞ്ഞു. അത്രമാത്രം നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചത്. സന്തോഷത്തോടെ ഇരിക്കുക, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന് നമ്മുടെ നന്ദി ഇഷ്ടമുണ്ടായിട്ടല്ല, ദൈവത്തിന് യാതൊരു സാർത്ഥതയില്ല. ഇപ്പോൾ ബോണി എനിക്കൊരു സാധനം തന്നു, ഞാനും താങ്ക്സ് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഒരു വാക്കൊരു താങ്ക്സ് പോലും മനുഷ്യൻ പറഞ്ഞില്ല.
ഞാൻ എന്തൊരു പ്രിയപ്പെട്ടതായിട്ട് എന്തൊരു വിലപ്പെട്ടതാണ് സ്ഥാനം കൊടുത്തത്, എന്നിട്ട് അതിനൊരു മൂല്യവും കൽപ്പിച്ചില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് തന്ന സംഗതിക്ക് ഒരു മൂല്യം ഞാൻ കൽപ്പിച്ചില്ല. മൂല്യം ഞാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ താങ്ക്സ് പറഞ്ഞേനെ. അപ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാതെ വരുമ്പോൾ ദൈവത്തിന് തീർച്ചയായിട്ടും വിഷമമുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ, അത് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ഭാഗങ്ങളുടെ കൂടിയാണ് നന്ദി പറയാനുള്ളത്. കാരണം തന്നവനെ ഓർക്കാനും തന്നതിനെ കുറിച്ച് സന്തോഷിക്കാനും ആ തന്നതിനെ കുറിച്ച് നന്ദിപൂർവ്വം തിരിച്ചൊരു ദൈവമേ നന്ദി എന്ന് പറയാനായിട്ടൊരു മനസ്സ്. അപ്പം നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ഇരുന്ന് ഇടപെടാതെ ദൈവസാന്നിധ്യ സ്മരണ പുലർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് പ്രാർത്ഥനയുടെ ഒരു വലിയൊരു അടയാളമായിട്ട് പൗലോസ്ലീഹ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നിരന്തരമായ ദൈവസാന്നിധ്യ സ്മരണ, കാരണം മാതാവിൻ്റെ ഉദരത്തിലും ഹൃദയത്തിലും മനസ്സിലും ചിന്തയിലും ബുദ്ധിയിലും വിചാരവികാരങ്ങളെല്ലാം ഈശോ മാത്രമേ ഉള്ളൂ. ഈശോയെ കൊണ്ട് നിറഞ്ഞ വ്യക്തിയാണ് പരിശുദ്ധ. അപ്പം ആ വ്യക്തിയോടുള്ള ഒരു തീക്ഷ്ണമായ സ്നേഹം മാതാവിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടുള്ളൊരു തീവ്രമായ പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്നുള്ളത് വാക്കുകൾക്ക് അതീതവും വാക്കുകൾ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരു ഓർമ്മ പുതുക്കലാണ്. നേരത്തെ ബോണി സൂചിപ്പിച്ച മാതിരി ബന്ധത്തെ ഓർക്കലാണ്, ആ ബന്ധത്തിൽ സന്തോഷിക്കലാണ്, ആ ബന്ധത്തിൽ തൃപ്തി അടയലാണ്. സാർ ഇപ്പം സാറ് പറഞ്ഞായിരുന്നല്ലോ ചൊല്ലിത്തീർക്കുന്ന വാക്കുകൾ ആയിരിക്കണമെന്നില്ല പ്രാർത്ഥന. അപ്പോൾ ചില ആൾക്കാരെങ്കിലും പറയാറുണ്ട്, ഞാനിങ്ങനെ ഇരുന്നൊന്നും പ്രാർത്ഥിക്കാറില്ല, എൻ്റെ പ്രവൃത്തി തന്നെ പ്രാർത്ഥനയാണ്, അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ബോണിയും വിവാഹിതനാണ്, ഞാനും വിവാഹിതനാണ്. അതെ. നമ്മുടെ ജീവിത പങ്കാളിയോടെ നീ എൻ്റെ ഭാര്യയാണെന്ന് എനിക്കറിയാം, ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് നിനക്കറിയാം, പിന്നെ ഞാൻ നിന്നോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭാര്യ സമ്മതിക്കും? ഇല്ല, ഒരിക്കലും സമ്മതിക്കില്ല. സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ള ഓർമ്മകളും സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ള സാന്നിധ്യവും സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ള സാമീപ്യവും സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ള എക്സ്ക്ലൂസീവ് സ്പേസും എപ്പോഴും സ്നേഹിക്കുന്ന ആൾ ആഗ്രഹിക്കും. അത് മാനുഷികമായ തലത്തിൽ ചിന്തിച്ച പ്രകടിപ്പിക്കേണ്ടതാണ്. കാരണം സാന്നിധ്യവും സാമീപ്യവും ആ അടുപ്പവും, അത് അടുത്തിരുന്നാലേ അടുപ്പം ഉണ്ടാവുള്ളൂ, അകന്നിരുന്നാൽ അടുപ്പം ഉണ്ടാവില്ല. അപ്പം ഈ സ്നേഹത്തിന് ഞാൻ കൊടുക്കുന്ന വില എന്താണ്? എൻ്റെ പ്രവൃത്തികൾ ഞാൻ പറ്റുന്ന പോലെ പ്രവൃത്തി തന്നെയാണ് പ്രാർത്ഥന. പ്രവൃത്തി പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാവണം. അല്ലാത്ത പക്ഷം എൻ്റെ സ്വന്തമായ ചിന്തകളോടും എൻ്റെ സ്വന്തമായ തീരുമാനത്തോടും എൻ്റെ തന്നെ ഇഷ്ടപ്രകാരവും ഞാൻ പ്രവർത്തിക്കും. അത് പ്രാർത്ഥനയല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവമേ, ഞാൻ പ്രവർത്തിക്കുന്നത് നിന്റെ ഹിതമനുസരിച്ചാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ. ഈ പ്രാർത്ഥനയുടെ പിൻബലമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തി നിന്റെ ഹിതമനുസരിച്ചാവില്ല, എൻ്റെ ഹിതമനുസരിച്ചായിരിക്കും. ഞാൻ അധ്വാനിച്ചു, അതുകൊണ്ടാണ് അധ്വാനിച്ചു രാവെല്ലാം കിട്ടിയില്ലൊന്നും കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ പാടേണ്ടി വന്നു. കാരണം അവർ അധ്വാനിച്ചു, പ്രാർത്ഥിക്കാതെ അധ്വാനിച്ചു. ദൈവത്തെ കൂടാതെയുള്ള ഒരു അപ്പോൾ സത്യത്തിൽ പ്രാർത്ഥനയും പ്രവൃത്തിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് അല്ലേ? വേർതിരിക്കാനാവാത്ത ബന്ധമാണ്. അടുത്ത ബന്ധമാണ്, വേർതിരിക്കാനാവാത്ത ബന്ധമാണ്. പ്രവൃത്തിയിൽ പ്രാർത്ഥനയുണ്ട്, പക്ഷെ പ്രാർത്ഥനയിൽ പ്രവൃത്തി കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കണം. ഈ പ്രാർത്ഥന കൂടാതെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും വ്യഗ്രതയോട് മാറിപ്പോകുന്നത്. മർത്താക്ക് സംഭവിച്ചത് തന്നെയായിരുന്നു. പ്രാർത്ഥന കൂടാതെ പ്രവൃത്തി മാത്രമായിട്ട് മാറി. ഇതാണ് വ്യഗ്രത എന്ന് പറയുന്നത്. മദർ തെരേസയുടെ ഒരു ജീവിതത്തിൽ മനോഹരമായ ഒരു സന്യാസ സമൂഹത്തെ സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ അവർ നമുക്കറിയാമല്ലോ, അത്രയേറെ വലിയ പ്രവൃത്തികളിൽ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. പാവപ്പെട്ടവരുടെ അടുത്ത്, രോഗികളുടെ അടുത്ത്, ആരുമില്ലാത്തവരുടെ അടുത്ത്, നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തവണ്ണം ബോണിക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഞാൻ മദർ തെരേസയുടെ പല സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തവണ്ണമുള്ള ശുശ്രൂഷകൾ അവർക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർ മദർ ജീവിച്ചിരുന്നപ്പോൾ ഒരു പരാതി പറഞ്ഞു, ഇത്രയൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന കാരണം ഇപ്പോൾ മദറിന് നിർബന്ധമായിരുന്നു 1 മണിക്കൂർ ആരാധന. എന്ത് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണെങ്കിലും 1 മണിക്കൂർ ആരാധിച്ചിരിക്കണം നിർബന്ധമായിരുന്നു. അപ്പോൾ അവർ ഒരു പരാതി പറഞ്ഞു, മദറെ ഇങ്ങനെ ഇത്രയൊക്കെ ഒരു ഇതുള്ള കാരണം നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല, വിശ്രമം വേണ്ട, പക്ഷേ ഈ ശുശ്രൂഷ ഇങ്ങനെ കൂടുന്ന കാരണം നമുക്ക് ഈ വ്യക്തിപരമായ ആരാധന കുറച്ച് സമയം ചുരുക്കണം നമ്മുടെ ജീവിതക്രമത്തിൽ. അപ്പോൾ ഇതിന് വിശദമായ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് അന്തിമ തീരുമാനം മദറിന് വിട്ടു.
മദറിന് വിട്ട് കഴിഞ്ഞപ്പോൾ മദർ അവസാനം പറഞ്ഞു, അതുകൊണ്ട് തീരുമാനം അതാണ്, ഇനി മുതൽ പ്രാർത്ഥന 2 മണിക്കൂറാക്കിയിരിക്കുന്നു. 1 മണിക്കൂറോട് കൂട്ടി 1 മണിക്കൂറോട് കൂട്ടി 2 മണിക്കൂറാക്കിയിരിക്കുന്നു. കാരണം എനിക്ക് 22 മണിക്കൂർ അധ്വാനിക്കാനായിട്ടുള്ള കൃപ തരുന്നതും ആരോഗ്യം തരുന്നതും ജ്ഞാനം തരുന്നതും വിവേകം തരുന്നതും ആരാ? അല്ല തമ്പുരാണ്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാനിവിടെ ഇരുന്ന് ചാർജ് ചെയ്യണം. നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാ. ഈ മൊബൈൽ ചാർജ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ചാർജ് പോകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ കൊണ്ട് പ്ലഗ് കുത്തിയേക്കണം. ഈ ചാർജ് ഇല്ലാതെ റിസൾട്ട് ഉണ്ടാവില്ല, ആക്ടിവിറ്റി ഉണ്ടാവില്ല, ഇഫക്റ്റ് ഉണ്ടാവില്ല. ചാർജ് കുറയുമ്പോൾ ഇഫക്റ്റ് കുറയും. അതുകൊണ്ടാണ് തിരിച്ചു പോകും, ഉറവിടത്തിലേക്ക് പോകും, കൂടെ ഇരിക്കുക, കേൾക്ക്, എന്താ പറയുന്നത്. ദൈവത്തോട് പറയാൻ എളുപ്പമാണ്, ദൈവം പറയുന്നത് കേൾക്കാനാണ് ബുദ്ധിമുട്ട്. ദൈവം പറയുന്നത് കേൾക്കാൻ ഇരുന്ന് കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വലിയ പരാജയം, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ പരാജയം, ദൈവത്തെ കേൾപ്പിക്കാനുള്ളത് ഉള്ള സമയമായിട്ട് ഞാൻ പ്രാർത്ഥനയെ മാറ്റി എന്നുള്ളതാണ്. ദൈവം പറയുന്നത് കേൾക്കാനുള്ള സമയമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ ഭാഗം. അതിന് നമ്മൾ സമയം ചെലവഴിക്കാറില്ല. നമുക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നമ്മൾ ചെലവിടുക ചെയ്യുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസികമായ തൃപ്തിയായി. പക്ഷെ ദൈവം സംസാരിക്കുന്നത് തിരിച്ചു കേൾക്കാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇരുന്ന് കൊടുക്കുന്നില്ല, അതിൽ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുന്നില്ല. ദൈവം പറയാനുള്ളത് കേൾക്കാൻ ഇരുന്ന് കൊടുക്കുകയാണ് മദർ പറഞ്ഞ 2 മണിക്കൂർ നേരത്തെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇല്ല എന്നുണ്ടെങ്കിൽ അവനവൻ്റെ മനസ്സ് പറയുന്ന പോലെ അവനവൻ്റെ ഇഷ്ടപ്രകാരം പ്രവൃത്തികളിലേക്ക് നിന്ന് ആ പ്രവൃത്തികളിൽ അഭിഷേകം ഉണ്ടാവില്ല. അത് തിരിച്ചറിയാൻ മദറിന് കഴിയുമായിരുന്നു. അപ്പോൾ ഈ എൻ്റെ കർമ്മം തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ കർമ്മം തന്നെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തതാണ് തെറ്റ്. ഇവിടെ ഒരു വലിയൊരു ഒരു പ്രത്യേകത തിരിച്ചറിയുന്നത് നല്ലതാണ്. ശമറായൻ്റെ ഉപമയിൽ ഒരു പുരോഹിതൻ തിരക്കിട്ട് പോവുകയായിരുന്നു. എന്തിനാ വേണ്ടി പോയത്? ദേവാലയ കർമ്മങ്ങളിലേക്കാണ് പോയത്. അവിടെ കിടക്കുന്ന ഒരു കാണപ്പെടുന്ന മനുഷ്യനുണ്ടായിരുന്നു, അവിടെ വീണ് കിടന്ന മനുഷ്യൻ. ആ വീണ് കിടന്ന മനുഷ്യനെ നോക്കിയിട്ട് ഈ മനുഷ്യൻ്റെ ചിന്ത എന്താ, ഈ പുരോഹിതൻ്റെ ചിന്ത എന്തായിരുന്നു? ആ മനുഷ്യനെ ഞാനിപ്പോൾ ശുശ്രൂഷിക്കാൻ പോയാൽ എനിക്ക് ദേവാലയ ശുശ്രൂഷയുടെ സമയം തെറ്റും. അതുകൊണ്ട് ദേവാലയ ശുശ്രൂഷയെക്കുറിച്ചുള്ള ശുഷ്കാന്തി കൊണ്ടുള്ള വ്യഗ്രത കൊണ്ട് പുരോഹിതൻ റോഡിൻ്റെ മറുഭാഗത്തേക്ക് മാറി യാത്ര ചെയ്തു. ലെവായനും അങ്ങനെ തന്നെ ചെയ്തു. കച്ചവടക്കാരനായിട്ടുള്ള ഒരു തീവ്രമായ പ്രാർത്ഥനയുടെ മനുഷ്യനുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ മനുഷ്യനാണ് ശമറായക്കാരൻ. അത് അവൻ്റെ പ്രവൃത്തിയിലും പ്രാർത്ഥന ഉണ്ടായിരുന്നു, പ്രാർത്ഥനയുടെ തുടർച്ചയായ പ്രവൃത്തി ഉണ്ടായിരുന്നു. എനിക്ക് പ്രവൃത്തിയുണ്ട്, നിനക്ക് വിശ്വാസമുണ്ട്. എൻ്റെ വിശ്വാസം എൻ്റെ വഴിക്ക് നയിക്കും, എൻ്റെ പ്രവൃത്തി എൻ്റെ വഴിക്ക് നയിക്കും. യാക്കോസ്ലിയ വ്യക്തവും ശക്തവുമായിട്ട് പറയുന്നുണ്ട്, പ്രവൃത്തി കൂടാതെ ഉള്ള വിശ്വാസം ചത്തതാണ്. അതുകൊണ്ട് ആ നല്ല അയൽക്കാരനായിട്ടുള്ള ശമറായനെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവിടെ വിവേകത്തോടും വിവേചനയോടും കൂടി ചെയ്യേണ്ടിയിരുന്നത് ആ കാണപ്പെടുന്ന ദൈവത്തെ ശുശ്രൂഷകളായിരുന്നു. അത് തീവ്രമായ പ്രാർത്ഥനയുടെ ഒരു അടയാളമാണ്. അപ്പം വ്യഗ്രതാപൂർവമുള്ള ശുശ്രൂഷയ്ക്ക് പോകാതെ ശുശ്രൂഷയുടെ ഭാഗമായി തന്നെ പ്രാർത്ഥനയെ കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ, ഈ ഒരു കർമ്മം ഉണ്ടാവുകയുള്ളൂ. മറ്റോടത്ത് വെറും കർമ്മങ്ങൾ മാത്രമായിരുന്നു. ആ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവൻ കർമ്മങ്ങളിൽ മുഴുകിയിരുന്നവനായിരുന്നു, പ്രാർത്ഥനയിൽ തീവ്രമായ പ്രാർത്ഥനയിൽ മുഴുകിയ മനസ്സല്ലായിരുന്നു. തീവ്രമായ പ്രാർത്ഥനയിൽ മുഴുകിയ മനസ്സായിരുന്നുവെങ്കിൽ വഴി മാറി ചവിട്ടുകയില്ലായിരുന്നു. വഴിയോരത്തൂടെ പോയിട്ട് ആ അതേ വഴിയിൽ സഞ്ചരിച്ചിട്ട് ആ ദൈവത്തെ, കാണപ്പെടുന്ന ദൈവത്തെ ശുശ്രൂഷിച്ചിട്ട് കാണപ്പെടാത്ത ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. സാർ, ഇന്നിപ്പോൾ കൂടുതൽ കേട്ടുവരുന്നൊരു കാര്യമാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യർ അവർ ചിലപ്പോൾ പ്രാർത്ഥനക്കാരെന്ന് വരെ ചിലപ്പോൾ വിളിക്കും, പക്ഷെ അവരിൽ പ്രവൃത്തിയില്ല എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിലൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രവൃത്തി ഉണ്ടാവേണ്ടതല്ലേ? പ്രാർത്ഥിക്കുന്ന മനുഷ്യന് പ്രവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ അവനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനേ അല്ല. കാരണം എന്താ പ്രാർത്ഥന? പ്രാർത്ഥന എന്നുള്ളത് പ്രാർത്ഥനയുടെ തുടർച്ചയായ പ്രവൃത്തിയിലേക്ക് നീളുന്നതാണ്. പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ചത്തവിശ്വാസം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. എന്ത് ശ്ലീഹ പറഞ്ഞത് 100% ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുക. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിന്നെ സ്വന്തമാക്കിയ ഞാൻ ആ നിന്നെ എൻ്റെ സഹോദരനിലേക്കും സഹോദരിയിലേക്കും സമൂഹത്തിലേക്കും നിന്നെ കൊടുക്കുവാനായിട്ട് കൊണ്ടുപോകലാണ്.
അതുകൊണ്ടാണ് വന്ന് എടുത്ത് കൊണ്ടുപോയി കൊടുക്കാന്ന് പറയുന്നത്. വിളിച്ചു വരുത്തി തിരിച്ചയക്കുന്നു. ദേവാലയ ശുശ്രൂഷയെക്കുറിച്ച് ദേവാലയത്തിന്റെ മനോഹരമായ ഒരു ഡെഫിനിഷനാണത്. ഗ്യാദർ ആൻഡ് സ്കാറ്റർ. വിളിച്ചു ചേർത്തു, തിരിച്ചയക്കുകയാണ്. വിളിച്ചു ചേർത്തു, പ്രാർത്ഥിച്ചു, ബോധ്യം കൊടുത്തു, ഇനി നീ പ്രവൃത്തിയിലേക്ക് പോകണം. അതാണ് ഈ കുർബാനയിൽ ലാസ്റ്റ് അല്ലേ, ലാറ്റിൻ മാസിൽ ലാസ്റ്റ് പറയുന്നത് പോവുക. അപ്പോൾ ഗ്യാദർ ചെയ്തു. ഭയങ്കര കുർബാനയുടെ അവസാന ഭാഗത്തിനുണ്ട് ഈ യാത്രാ ഭക്ഷണത്തോട് നിങ്ങൾ പോവുക നിങ്ങളുടെ മണ്ഡലങ്ങളിൽ. എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്? നീ സ്വീകരിച്ച, നീ പ്രാർത്ഥിച്ച്, നീ സ്വീകരിച്ച്, നീ ആശ്വസിച്ച, നിന്നെ ആശ്വസിപ്പിച്ച നിന്റെ ദൈവത്തെ നീ ഇനി ആശ്വാസകനായി കൊണ്ടുപോകണം. അപ്പം നിന്നിലൂടെ വേണം ഇനി ഞാൻ ഈ ബോണിയിലേക്ക്, ആ സുരേഷിലേക്ക്, ഈ തോമസിലേക്ക്, ആ മേരിയിലേക്ക്, അവിടെ എല്ലായിടത്തും അറിയാനായിട്ട്. അല്ല ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ഈശ്വരൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നത് കുർബാന സ്വീകരിച്ച് എൻ്റെ കണ്ണടച്ചുകൊണ്ട് പോകുന്ന പോലെ. അത് ഞാൻ കുറ്റപ്പെടുത്തിയതല്ലാട്ട് ഒരു നിരീക്ഷണം പറയാതെ എനിക്ക് കിട്ടിയ ഈശോ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ പരസ്നേഹം ഉണ്ടാവും. പരസ്നേഹം ഇല്ലാത്ത ഒരു പ്രാർത്ഥനയല്ല. അതിൻ്റെ വ്യക്തമായൊരു ഉദാഹരണമാണ് മാതാവ് എന്ന് പറയുന്നത്. മാതാവിന് ഒരു പ്രാർത്ഥനയുടെ ഫലമായി ഈശോയെ ഉള്ളിൽ കിട്ടി. ഇനി അതിൽ കൂടുതലും കിട്ടാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആ മാതാവ് എന്താ ചെയ്തത്? ആ മാതാവ് അടുത്ത നിമിഷം ചെയ്തത് തിടുക്കത്തിൽ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. കാരണം ആ പ്രാർത്ഥന ദൈവം ഉള്ളിൽ നിറഞ്ഞവന് പിന്നെ ദൈവത്തെ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് തിങ്ങി നിറയാണ് ദൈവം. ഈ ദൈവത്തെ എനിക്ക് ഇനി കൊടുക്കണം. എൻ്റെ ശുശ്രൂഷ മേഖലകളിലേക്ക്, എന്നെ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക്, എന്നെ കാത്തിരിക്കാൻ പോലും പ്രാപ്തി ഇല്ലാത്തവരുടെ അടുത്തേക്ക്, അവരുടെ അടുത്തേക്ക് ഈ ദൈവസ്നേഹം എന്നെ അങ്ങ് തള്ളിവിടുകയാണ്. അത് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ സഹോദരനും ഉണ്ടാവും ദൈവവും ഉണ്ടാവും എന്ന് പറയാൻ കാരണം. ഇതിനകത്ത് ദൈവമില്ലാത്ത സഹോദരനാണ് ഈ പ്രവൃത്തി മാത്രം അറിയുന്നത്. സഹോദരനില്ലാത്ത ദൈവമാണ് പ്രാർത്ഥനയുടെ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവൃത്തി കൂടാതെ പോവുകയും ചെയ്യും. ഇത് രണ്ടും തെറ്റാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഇരിപ്പിടം തന്നിരിക്കുന്നത് സഹോദരനെയും ദൈവത്തെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്, കുടിയിരുത്താൻ വേണ്ടിയിട്ടാണ്. സഹോദരനെ കുടിയിരുത്താതെ ദൈവത്തിന് വസിക്കാൻ പറ്റില്ല. ദൈവത്തെ കുടിയിരുത്താതെ സഹോദരനെ സഹോദരനായി കാണാനും പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ അവനെ കാണുന്നത് എൻ്റെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണും. എനിക്കെന്ത് കിട്ടും, അവനെന്ത് പറ്റുമെന്നല്ല, എനിക്കെന്ത് കിട്ടും, ആ ചിന്ത വരും. അത് പ്രാർത്ഥിക്കാത്ത മനുഷ്യന്റെ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്കെന്ത് കിട്ടുമെന്നല്ല, അവനെന്ത് പറ്റും, അവൾക്കെന്ത് പറ്റും, അവർക്കെന്ത് പറ്റും, അതാര്, ഇതാര്, അതെന്ത്. ആ തിരിച്ചറിവുണ്ടാവും. ആ തിരിച്ചറിവ് ദൈവം തീവ്രമായ പ്രാർത്ഥനയോടെ നമ്മുടെ മനസ്സിൽ വസിക്കുമ്പോൾ, ഹൃദയത്തിൽ ദൈവം പ്രാർത്ഥനയായി തീവ്രമായ ഒരു പ്രാർത്ഥനയെ നിറയുമ്പോൾ മാത്രമേ ആ കണ്ണുകളോടുകൂടി നമുക്ക് സഹോദരനെയോ സഹോദരിയോ സമൂഹത്തെ നോക്കി കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കെന്ത് കിട്ടുമെന്നല്ല, അവർക്കെന്ത് പറ്റും എന്നുള്ള മനോഭാവം മാറ്റാൻ പറ്റും. അതാണ് ശമരാൻ്റെ ഉപമയിൽ പ്രാർത്ഥനയുടെ വ്യഗ്രതയോടുകൂടിയ കർമ്മത്തെയും, അത് പ്രാർത്ഥന ഇല്ലാത്ത കർമ്മമായിരുന്നു, കർമ്മത്തോടുകൂടിയ പ്രാർത്ഥനയും ഒരുമിച്ച് അനുസ്മരിപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവ് പറഞ്ഞിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന, അല്ല അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരില്ല. അതൊരു വിളിച്ചപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇപ്പം എനിക്കൊരാവശ്യം വന്നു, ഞാൻ ബോണിയാലെ പോകുന്നുണ്ട്, എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള ബോണി അറിയുന്നില്ല. ഞാൻ ബോണിയെ വിളിച്ചാലല്ലേ ബോണിക്ക് മനസ്സിലാവുള്ളൂ. കർത്താവിനെ അറിയാൻ പാടില്ലാന്നിട്ടില്ല, പക്ഷെ എന്നാൽ പോലും കർത്താവിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ അടയാളമായിട്ടും, കർത്താവിൽ ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടും വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം വരുന്നു. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ യഥാർത്ഥമായ പ്രാർത്ഥന സഹോദരങ്ങളിലേക്കും പ്രവൃത്തിയിലേക്കും നയിക്കും, അല്ലെങ്കിൽ അയാൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് സാറ് പറഞ്ഞത്. അയാളുടെ പ്രാർത്ഥന കപട പ്രാർത്ഥന. പക്ഷെ എന്നിട്ടും കുറേയധികം മനുഷ്യർ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അവർ വിചാരിക്കുന്നത് പ്രാർത്ഥനയാണെന്നാണ്, പ്രവൃത്തിയിലേക്ക് പോകുന്നുമില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവർക്ക് പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പ്രവർത്തിക്കാൻ പോകാതിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളെ മിണ്ടാമടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സിസ്റ്റമാണ്. അവർ പ്രാർത്ഥനയുടെ മനുഷ്യർ തന്നെയാണ്. അതെ, കാരണം ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവിടെ ഇരുന്ന് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്ത് പൂർണ്ണമായും ഇതിന് മാത്രം നിയോഗിച്ചിരിക്കുന്നു. അതവരുടെ വിളിയാണ്. നമ്മുടെ വിളി അതല്ല. നമ്മുടെ വിളി, മോനെ നീ എൻ്റെ അടുത്ത് വാ, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞു തരുന്നത് നീ ചെയ്യണം, എങ്കിലേ നിന്നിലൂടെ എന്നെ
മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. നിന്നെ ഞാൻ വിളിച്ച്, നിന്നെ ഞാൻ സ്നേഹിച്ച്, നിന്നെ ഞാൻ പറഞ്ഞയക്കുന്നത് എന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്നെ കൊടുക്കാൻ നീ അല്ലാതെ വേറെ ആരുമില്ല. നീ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ശൂന്യനാകും. ഇതുകൊണ്ടാണ് ആ ഒരു പ്രാർത്ഥനയുടെ സമയവും പ്രവൃത്തിയുടെ തുടർച്ചയും, പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആ ഒരു തീവ്രമായ പ്രാർത്ഥന മാതാവിൽ എപ്പോഴും കാണാൻ കഴിയും. ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള പ്രാർത്ഥനയിലായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള, ദൈവാത്മാവിൻ്റെ നിറവിൻ്റെ തുടർച്ചയായിട്ടുള്ള അവരിലേക്ക് നീളുന്ന ഒരു ചലനമായിട്ട്, തുടർച്ചയായിട്ട് മാതാവ് ജീവിതത്തിൽ പ്രാർത്ഥനയെ കണ്ടു. അത് തീവ്രമായ പ്രാർത്ഥനയുടെ ഒരു അടയാളമാണ്. സാറേ, പ്രാർത്ഥനയും പ്രവൃത്തിയും വേർതിരിക്കാൻ പറ്റാത്ത തരത്തിൽ ബന്ധമുള്ളതാണെന്നാണ് സാറ് പറഞ്ഞത്. ഇനിയും പ്രാർത്ഥനയെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷെ നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. നമുക്ക് ഈ പ്രാർത്ഥന ഒരു വ്യഗ്രതയോട് കൂടി ഒരു കർമ്മമായിട്ട് അനുഷ്ഠിക്കാതെ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ട് ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ചെയ്യുന്ന ഒരു കൈവഴികളാണ് അല്ലേ. അതരം സ്തുതിഗീതികളാലും കരങ്ങൾ കാരുണ്യ പ്രവർത്തികളാലും നിറയണം. സ്തുതിഗീതങ്ങളാൽ മാത്രം നിറയുന്ന അതരങ്ങളാണെന്നുണ്ടെങ്കിൽ അതര വ്യായാമമായ പ്രാർത്ഥനയായിരിക്കും. കാരുണ്യ പ്രവൃത്തികൾ മാത്രമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ സ്വാർത്ഥത്തോടു കൂടിയ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ മാത്രം വരും. ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാത്രം വരും. നേരെ മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവസ്തുതിയുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന അതരങ്ങളും ദൈവത്തിൻ്റെ കൈവഴികളായിട്ടുള്ള കാരുണ്യ പ്രവൃത്തികളും നമ്മുടെ കരങ്ങളിലൂടെ ഉണ്ടാവും. സാർ, ഒരിക്കൽ കൂടി അതരം ദൈവസ്തുതികളാലും നിറയുകയും കരങ്ങൾ കാരുണ്യ പ്രവൃത്തികളാൽ നിറയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ജീവിതമാകാൻ പ്രാർത്ഥിക്കാം. സാറിന് ഒത്തിരി നന്ദി. താങ്ക് നിരന്തരം